നമ്മുടെ കോഴികളെല്ലാം ഇങ്ങനെ തണലത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരബദ്ധം പറ്റിയത് ഒരുത്തൻ നാടൻ കോഴിയാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് സാധനം രണ്ടും റോഡ് ഐലൻഡ് റെഡ് എന്ന് പറയുന്ന സാധനമാണ്. ഈ രണ്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളിനി പേരായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം ബാക്കിയെല്ലാം നാടനാണ്. ഇതൊക്കെ ഇത് കരിങ്കോഴിയുടെ ഒരു മിക്സായിപ്പോയി. ഇത് മലമ്പുറത്തു നിന്ന് മേടിച്ചാൽ ഇതെല്ലാം കോട്ടയത്തു നിന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച നാടൻ കോഴികളാണ്. അപ്പം ഇതെല്ലാം പുതിയ കുഞ്ഞുങ്ങളാണ്. ഇതിൻ്റെ ആ നാടനുണ്ട്, അവൻ റോഡ് ഐലൻഡിൻ്റെ കുഞ്ഞാണ്. മറ്റേ നാടൻ്റെ ആയിപ്പോയി. മറ്റേ നമ്മൾ ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. റോഡ് ഐലൻഡിനെ എല്ലാം കൊടുക്കണം. അപ്പം നാടൻ്റെ കുഞ്ഞുങ്ങളായി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ സോളാർ വെക്കാൻ പോവുകയാണ്. നമ്മുടെ ഇതിൻ്റെ അതെല്ലാം കോഴി ഇരിപ്പുണ്ട്. നമ്മൾ സോളാർ പാനലൊക്കെ ഇറക്കി. അപ്പം നമുക്കിനിപ്പം ചന്ദ്രക്കാരൻ മാവിനെ കാണാം. ഇതിൻ്റെ ഒരു ഒറിജിനൽ നമ്മുടെ തറവാടിൻ്റെ അവിടെ നിൽപ്പുണ്ട്. അത് ഭയങ്കര ഇത്രയും നല്ല രുചിയുള്ള മാങ്ങയില്ല. എന്ന് വെച്ചാൽ ഇത് ഞാൻ തിരുവനന്തപുരം കാർഷിക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിച്ചു. അപ്പം അതിന് ഒരു മറ്റേതിൻ്റെ അത്രയും ഫ്ലേവറില്ല. ഇത് അച്ചാറിടാനൊക്കെ ബെസ്റ്റാണ്. അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ, അച്ചാറിന് സമ്മന്തി അരയ്ക്കാനൊക്കെ ഉഗ്രനാണ്. ഒരു രക്ഷയില്ലാത്തതാണ്. അപ്പം നമ്മുടെ ആ കോൽത്തേൻ അവിടെ നിന്ന് ഇറങ്ങി. കോൽത്തേനെ ഞാൻ അവിടെ നിന്ന് ഇറക്കി ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ വേറൊരു സെക്ഷനുണ്ട്, ആ മരത്തേൽ അവിടെ ഉണ്ട്. എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് സംശയമാണ്. ഉണ്ടോ കണ്ടോ ഇരിക്കുന്നുണ്ടോ? അവിടെ ഒരെണ്ണം കയറി ഇരിപ്പുണ്ട്. അവൻ നാച്ചുറലായിട്ടുള്ളതാണ്. അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പം നമ്മൾ അതിൻ്റെ അത് വേറെ ഒന്നും നോക്കുന്നില്ല. അപ്പം നമ്മൾ അവിടുത്തെ കോൽത്തേനെ നമ്മൾ എടുത്തു. ഞാൻ എടുക്കാൻ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ കടിച്ചു. അവൻ കൈയുടെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അപ്പം കടി കൊണ്ട് കുഴപ്പമില്ല. ഞാനത് കഴിഞ്ഞ് പിന്നെ അവനെ പുകച്ച് ഞാൻ ആ കമ്പ് വെട്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്നു അവനെ സപ്പോർട്ടായി കയറ്റി. അവൻ ഇരിക്കുന്നുണ്ടല്ലോ. ഞാൻ ആദ്യം അവനിവിടെ വരുമ്പോൾ ഈ പ്രദേശത്ത് വരുമ്പോഴേ അവൻ ഓടിക്കുമായിരുന്നു. ഇപ്പോൾ അവന് 3-4 ദിവസം ആയതുകൊണ്ട് ഒരാഴ്ചയായതുകൊണ്ട് അവൻ ഒതുങ്ങി. നമ്മളിതിൽ കൂടുതൽ അടുത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവൻ നമ്മളെ ആക്രമിക്കും. അപ്പം ഞാൻ ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ ഇതുണ്ടല്ലോ, കമ്പ് കണ്ടല്ലോ, ആ കമ്പോടുകൂടി വെട്ടി എന്നിട്ട് നമ്മളിവിടെ ഒരു അലൂമിനിയം ഒരു കമ്പ് വെച്ചിട്ട് അവത്തിലോട്ട് വെച്ച് കെട്ടി. ഇനിയിപ്പോൾ എല്ലാ വർഷവും ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ആ മുകളിൽ നിന്ന് അത് ആ അലൂമിനിയം കമ്പയിലോട്ട് അത് കയറി കൂട് വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇവനെ ഇളക്കാതെ ആ മുകളിൽ നിന്ന് പതുക്കെ ഇവനെ മാറ്റിയിട്ട് പതുക്കെ എല്ലാം രാത്രി വന്നിട്ട് പതുക്കെ കണ്ടിച്ച് ആ മുകളിലേ ഇവൻ തേൻ വെക്കത്തുള്ളൂ. ആ കമ്പിൻ്റെ മുകളിലേ ഇവൻ്റെ തേൻ ഇരിക്കുള്ളൂ. അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ ഒന്നെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ പതുക്കെ കുത്തൊന്നുമില്ല, പതുക്കെ കത്രി കൊണ്ട് മുറിച്ചെടുക്കാം. അല്ലേ പുകച്ച് കളഞ്ഞിട്ട് അവനെ പിന്നെ എടുക്കണം. പിന്നെ പുകച്ച് കഴിഞ്ഞ് കിട്ടും. കുഴപ്പമെന്നു വെച്ചാൽ ഈ സാധനം പിന്നെ പോവും, പിന്നെ അടയായിട്ട് പോകും. അതാണ്. അപ്പോൾ ഇത് കടിക്കുകയാലെന്നൊക്കെ ആൾക്കാർ ഇമ്മ പറയുന്നത് ഈ സംഭവം കടിക്കും. പക്ഷേ പെരുന്തേൻ്റെ പോലെ ഒന്നുമില്ല. പെരുന്തേനെ കടിച്ചാൽ ഇത് ചാവും, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് അങ്ങനെ ചാവത്തൊന്നുമില്ല. ഇതിൻ്റെ ആ ഒരു ഇത് കൂടുതൽ ക്ലിയറായിട്ട് അവനെ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. ഇത് സംഭവം മാറിപ്പോകരുത്. കാരണം ഇത് കുഴപ്പമൊന്നുമില്ല. അവനാണെങ്കിൽ ഇതും പെരുന്തേനുമായിട്ട് മാറിപ്പോകരുത്. പെരുന്തേനാണെന്നും ഇതാണെന്നും വെച്ചുകൊണ്ട് പെരുന്തേനായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ പോകും, പണി പാളിപ്പോവും.